എല്ലാവർക്കും ഇംഗ്ലീഷിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൽപാറ്റ്സ് എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമറിനെ കുറിച്ച് വിശദമായിട്ടുള്ള പരിശീലനം നൽകുന്നതിനായിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പ്രിപ്പോസിഷൻസിനെ കുറിച്ചാണ്. പ്രിപ്പോസിഷനിൽ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് വരുന്ന രണ്ട് പ്രിപ്പോസിഷൻസ് ആണ്, ഒന്ന് ഇന്നും ഒന്ന് ഊന്നും. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നതെന്നും എവിടെയൊക്കെ ഇത് വരുമെന്നും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നമ്മൾക്ക് തെറ്റുകൾ സംഭവിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് എക്സാമ്പിൾ സഹിതം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമ്മൾക്ക് ഈ പ്രിപ്പോസിഷനിലെ ഇന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മലയാളത്തിൽ നമ്മൾ പറയുന്നത്? ഉള്ളിൽ എന്ന അർത്ഥം വരുന്ന രീതിയിലാണ് ഇന്ന് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഉള്ളിൽ, അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈഡ് ആയിട്ടുള്ളത്, അതായത് ഉള്ളിലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഇത് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇൻസൈഡ് ഓഫ് ദ ലൊക്കേഷൻ എന്നോ അല്ലെങ്കിൽ ഒരു സ്മോൾ ഏരിയ എന്നോ നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ ഈ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കണം. കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഇന്നെന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ആയിരിക്കണം, ക്ലോസ്ഡ് ആയിരിക്കണം, അതായത് ഉള്ളിൽ എന്ന അർത്ഥം വരുന്ന രീതിയിലാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ആദ്യമേ ഇതിന്റെ ചെറിയ ഉദാഹരണങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാം. അപ്പോ ആദ്യത്തെ ഉദാഹരണം, ജോൺ ഈസ് ഇൻ ദ ക്ലാസ്. അതായത് ജോണ് ക്ലാസ്സിലാണ് എന്ന് കാണിക്കാനായിട്ടാണ് നമ്മളവിടെ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് ഒരു റൂമിന്റെ ഉള്ളിലാണ്, അതുകൊണ്ടാണ് ഇൻസൈഡ് എന്ന് ഞാൻ പറഞ്ഞത് ഉള്ളിൽ എന്ന് കാണിക്കാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വീണ്ടും അടുത്തൊരു ഉദാഹരണം നോക്കുക, ഹീസ് ഇൻ ദ റൂം. അവൻ മുറിയിലാണ്. അതായത് റൂമിന്റെ ഉള്ളിൽ ആണ് എന്ന് കാണിക്കാനായിട്ട്. അവിടെ മൂവ്മെന്റ് ഉണ്ടാകത്തില്ല, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോളണം. ചലിക്കാതെ ഇരിക്കുന്നതായിരിക്കും, അകത്ത് തന്നെ ആയിരിക്കും. അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് നമ്മൾ ഇന്ന് എന്ന് പ്രത്യേകമായിട്ട് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഇൻസൈഡ്, അകത്ത് എന്ന് കാണിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മള് പഴങ്ങളോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉള്ളിൽ ഒരു ബാസ്ക്കറ്റിന്റെ ഉള്ളിൽ വെച്ചപ്പോൾ ബാസ്ക്കറ്റിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതെന്ത് പറയും നമ്മൾ? ഫ്രൂട്ട് ഈസ് ഇൻ ദ ബാസ്ക്കറ്റ്. ഫ്രൂട്ട് ഈസ് ഇൻ ദ ബാസ്ക്കറ്റ് എന്ന് പറയും. അപ്പൊ നമ്മൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, ഉള്ളിൽ ഉള്ള കാര്യത്തെക്കുറിച്ച്, അതായത് അകത്ത്, പുറത്തുനിന്നല്ല, അകത്തുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴാണ് ഈ ഇന്ന് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത്. ഇനി വീണ്ടും ഞാൻ പറഞ്ഞു മൂവ്മെന്റ് ഉണ്ടാകുകയില്ല, അവിടെ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ്. അപ്പോൾ അടുത്തൊരു ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിക്കുക, ഐ ട്രാവൽഡ് ഇൻ എ ഹെലികോപ്റ്റർ. അവിടെ ഹെലികോപ്റ്ററിന്റെ ഉള്ളിലാണ് നമ്മൾ ഇരിക്കുന്നത്, പക്ഷെ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. അവിടെ നമ്മൾ അവിടെ ഇരിക്കുന്നവർ സഞ്ചരിക്കുന്നില്ല, മറിച്ച് ഹെലികോപ്റ്ററാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ചലനമില്ല, ഇരിക്കുന്ന ആളിനെ അല്ലെങ്കിൽ ഇരിക്കുന്ന വ്യക്തിക്ക് അവിടെ ചലനമില്ലാതിരിക്കുകയും അത് വഹിച്ചുകൊണ്ടേ പോവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്കവിടെ കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് വീണ്ടും ഞാൻ പറയുന്നത്, ചെറിയ പ്രതലമായിരിക്കണം, ക്ലോസ്ഡ് ആയിരിക്കണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾക്ക് ഇന്ന് ഉപയോഗിക്കാറുള്ളത്. കാരണം ഇത് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യന്റെ ഭാഗമാണ് ഈ ഹെലികോപ്റ്റർ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. കാരണം നമ്മൾ ഓൺ പഠിക്കുമ്പോൾ നമ്മൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. ഇത് ഐ ട്രാവൽഡ് ഇൻ എ ഹെലികോപ്റ്റർ. ഞാൻ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു എന്നാണ്. ഇനി നമ്മൾ കാറിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തെന്ന് പറയും? ഐ ട്രാവൽഡ് ഇൻ എ കാർ. കൺഫ്യൂഷൻ വരരുത്, കാരണം ചെറുതാണ്, സ്പേസ് കുറവാണ്. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഐ ട്രാവൽഡ് ഇൻ എ കാർ. ഇനി ബോട്ട് ക്ലോസ്ഡ് അല്ല,
പക്ഷെ മൂവ്മെന്റ് ഉണ്ടാകത്തില്ല. നമ്മൾ അതിനകത്ത് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ബോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുതായിട്ടുള്ളതാണ്. അതിനകത്ത് നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ, നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറ്റാത്ത സാഹചര്യത്തിലുള്ള വലിപ്പമുള്ള ബോട്ടിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഐ മൂവ് ഇൻ എ ബോട്ട് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഭാഗം എന്താണ്? ക്ലോസ്ഡ് ആയിരിക്കണം, ഇൻസൈഡ് ആയിരിക്കണം, മൂവ്മെന്റ് ഉണ്ടാകില്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. ഇന്ന് പല പല സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഭാഗമാണ് ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചത്. ഇൻസൈഡ് ആയിരിക്കണം, അകത്തായിരിക്കണം, ചെറിയ പ്രതലമായിരിക്കണം. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. ഇനി ഒരു പെട്ടെന്നായിട്ട് ഷോർട്ടായിട്ട് കുറച്ച് എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇൻ എ ടാക്സി, ടാക്സി എന്ന് പറയുമ്പോൾ കാർ തന്നെ ആയിരിക്കുമല്ലോ ചെറുത്. ഇൻ എ ടാക്സി. ഇൻ എ ലിഫ്റ്റ്, ലിഫ്റ്റിനകത്ത് നമ്മൾ കയറി നിൽക്കുകയാണ് ചെയ്യുന്നത്, മൂവ്മെന്റ് ഇല്ല, ലിഫ്റ്റ് ആണ് അതിന് കൊണ്ടുപോകുന്നത്. ഇൻ ദ സ്കൈ, അതിന്റെ കൺഫ്യൂഷൻ വരണ്ട. ഇൻ ദ സ്കൈ. ഇൻ ദി ബാത്റൂം, ഇൻ ദി ബാത്റൂം. ഇൻ ദ കിച്ചൺ, ഇൻ ദ ന്യൂസ് പേപ്പർ, ഇൻ ദി ഗാർഡൻ. സോ ആ ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ആ ഒരു എക്സാമ്പിളിലേക്ക് വരുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരാം. കാരണം ഗാർഡൻ എന്ന് പറയുമ്പോൾ വലുതാണ്. പക്ഷെ മനസ്സിലാക്കി വെച്ചേക്കുക, ഇൻ ദ ഗാർഡൻ. ആ ഗാർഡൻ എന്ന് പറയുന്നത് ഗാർഡന്റെ അകത്ത്, പൂന്തോട്ടത്തിനുള്ളിൽ എന്ന് കാണിക്കുവാനായിട്ടാണ് നമ്മൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇൻ ദ ഗാർഡൻ. അപ്പൊ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇന്ന് ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഇൻസൈഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലമായിരിക്കണം, മൂവ്മെന്റ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നിന്റെ ഒരു ഭാഗം കഴിഞ്ഞു, അടുത്ത ഭാഗത്തേക്ക് വരുന്നു. ഇനി എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളുടെ മുൻപിലും നമ്മൾ വർഷങ്ങൾ ഇപ്പോൾ 1990 അല്ലെങ്കിൽ 2000 അല്ലെങ്കിൽ 2010 2024 എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ആ വർഷത്തിന് മുൻപായിട്ട് നമ്മൾ ഇന്നാണ് എഴുതേണ്ടത്. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് അവർ എഴുതി വെച്ചേക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഐ ജോയിൻഡ് ഇൻ 2024. ഐ ജോയിൻ ദ ക്ലാസ് ഇൻ 2024. 2024 ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. ഇനി വർഷം കാണിക്കാനായിട്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വർഷം മാത്രം വരാതെ തന്നെ വർഷത്തോട് കൂടെ വരുന്നത്, അതായത് ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞ അടുത്ത സെന്റൻസിൽ കൊടുത്തിട്ടുണ്ട്. ഐ സ്റ്റഡീഡ് ഇൻ ദ 1990s ബാച്ച്. ഞാൻ 1990കളിലെ ബാച്ചിൽ പഠിച്ചു എന്ന് കാണിക്കാനായിട്ടാണ്. അപ്പോൾ 1990s എന്ന് വന്നേക്കുന്നുണ്ട്, അതായത് വർഷമാണ്, വർഷമോടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് അവിടെ വന്നേക്കുന്നത്. ഇനി നമ്മള് വർഷം എന്ന് പറയുമ്പോൾ യുഗങ്ങൾ കൂടെയാണ്, അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ കൂടെയാണ്. അവിടെയും നമ്മൾ നമ്പർ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് യൂറോപ്യൻസ് റീച്ച്ഡ് ഇന്ത്യ ഇൻ ദ 15th century. 15ാം നൂറ്റാണ്ടില് യൂറോപ്യന്മാർ ഇന്ത്യയിൽ എത്തിച്ചേർന്നു. അപ്പോൾ വർഷം എഴുതുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ മുൻപിൽ നമ്മൾ ഇന്നെന്നാണ് ഉപയോഗിക്കേണ്ടത്, മറന്നുപോകരുത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് ക്ലോസ്ഡ് ആയിട്ടുള്ള, അതായത് ഇൻ ദ റൂം, ഇൻ ദ കിച്ചൺ, അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഇപ്പൊ രണ്ടാമതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പഠിക്കുന്നു വർഷങ്ങളുടെ മുൻപിലായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. ഇനി മാസങ്ങളുടെ മുൻപിൽ, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു വർഷമാണ് 2024, ഇൻ 2024, ഇൻ 2012, അല്ലെങ്കിൽ ഇൻ 1990s, അല്ലെങ്കിൽ ഇൻ ദ 15th century. അപ്പോൾ വർഷങ്ങളുടെ മുൻപിൽ നമ്മൾ എന്താണ് ഉപയോഗിച്ചത്? ഇന്നാണ് ഉപയോഗിച്ചത്. അങ്ങനെയാണെങ്കിൽ മാസങ്ങളുടെ മുൻപിൽ പ്രത്യേകം ഓർമ്മ വെച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ഇതിൽ പറയാനുള്ള മാസം, ഇപ്പോൾ ഉദാഹരണത്തിന് മെയ് മാസമെന്നോ അല്ലെങ്കിൽ ജാനുവരി 1 അതായത് നവംബർ 1 എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മാസങ്ങളുടെ മുൻപിലായിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഇന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാമല്ലോ. മൈ ബർത്ത്ഡേ ഈസ് ഇൻ നവംബർ.
എന്റെ ബർത്ത്ഡേ നവംബറിലാണ്. മൈ മാരേജ് ഹെൽഡ് ഇൻ മാർച്ച്. എന്റെ കല്യാണം മാർച്ചിലാണ് നടന്നത്. ദ വെദർ ഈസ് ഹോട്ട് ഇൻ മെയ്. അപ്പോൾ അവിടെ നവംബർ, മാർച്ച്, മെയ്. മൈ കോഴ്സ് സ്റ്റാർട്ട്സ് ഇൻ സെപ്റ്റംബർ. എന്റെ കോഴ്സ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്തു. വി മൂവ് ടു ഡൽഹി ഇൻ ഏപ്രിൽ. ഞങ്ങള് ഡൽഹിയിലേക്ക് പോയി അല്ലെങ്കിൽ മൂവ് ചെയ്തു എന്ന് എപ്പോൾ? ഇൻ ഏപ്രിൽ. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, വർഷത്തിന് മുൻപിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാണ്? മാസത്തിന് മുൻപിലും നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഇന്നാണ്. ഇനി ബിഫോർ സീസൺ. ഇതൊക്കെ നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് വർഷം, മാസം, ഇനി സീസൺ ഇങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റിയല്ല. കാരണം ആ ഭാഗത്ത് ഇതേ വരുള്ളൂ, അല്ലാതെ വേറെ വരാൻ സാധ്യത ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ഇനി സീസണിന്റെ മുൻപിലാണ്. അതിന് നമുക്കൊരു ഉദാഹരണം നോക്കാം. ഐ ഡോണ്ട് ലൈക്ക് ടു ട്രാവൽ ഇൻ സമ്മർ. അതായത് സമ്മറിൽ, വേനൽക്കാലത്ത് എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമില്ല. അപ്പോൾ വേനൽക്കാലം, സമ്മർ സീസൺ. സമ്മർ എന്ന് പറയുന്ന ഒരു സീസണാണ്. ആ സീസൺ മുൻപായിട്ട് നമ്മൾ ചേർക്കേണ്ടത് എന്താണ്? ഇന്നാണ് ചേർക്കേണ്ടത്. ഐ ലൈക്ക് ടു ട്രാവൽ ഇൻ ദ സ്പ്രിംഗ്. ഇൻ ദ സ്പ്രിംഗ് എന്ന് പറയാം, സ്പ്രിംഗ് എന്ന് പറയാം. അപ്പോൾ സ്പ്രിംഗ് എന്ന് പറയുന്നതും സീസൺ ആണ്. അതിന്റെ മുൻപിലായിട്ട് നമ്മൾ ചേർക്കേണ്ടത് എന്താണ്? ഇന്നാണ്. വി ക്യാൻ പ്ലാൻ ഇറ്റ്. അതായത് ഇത് എന്നുള്ള അർത്ഥത്തിലാണ് പ്ലാൻ ഇറ്റ് ഇൻ ദി മൺസൂൺ. മൺസൂൺ കാലം, അതും സീസണാണ്. അപ്പോൾ നമ്മൾ ഓർത്ത് വെച്ചേക്കുക, വർഷം, മാസം, സീസൺ. ഇനി ഇത് കഴിയുമ്പോൾ നമുക്ക് വേറെ ഒരു കാര്യമുണ്ട്. അതായത് പർട്ടിക്കുലർ ആയിട്ടുള്ള, പ്രത്യേകമായിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിൽ നമ്മൾ കാണിക്കാതെ ആയിരിക്കും പറയുന്നത്. പക്ഷെ ആ സമയമായിരിക്കും ഏകദേശം എന്ന് കാണിക്കണം. അപ്പൊ ഉദാഹരണത്തിന്, ഐ വിൽ കം ഇൻ ദി ആഫ്റ്റർനൂൺ. ഞാൻ ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് ശേഷം ഞാൻ വരും. അപ്പോൾ ദി ആഫ്റ്റർനൂണിന് മുന്നേ എന്താണ് ചേർക്കേണ്ടത്? ഇന്നാണ് ചേർക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്, ഇൻ ദ ബിഗിനിങ്, അങ്ങനെയൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റും. അപ്പോൾ സീസൺ കഴിഞ്ഞു, ഇപ്പോൾ നമ്മൾ ടൈം പറയുന്നു. ആ ടൈം എന്ന് പറയുമ്പോൾ പ്രത്യേകം ഓർത്ത് വെച്ചേക്കുക, പർട്ടിക്കുലർ ആയിട്ട് സ്പെസിഫിക് ആയിട്ടായിരിക്കില്ല, പക്ഷെ ഏകദേശം ഒരു സമയമായിരിക്കും അവിടെ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇന്ന് അവിടെ ചേർക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് രാജ്യങ്ങളുടെ പേര്. രാജ്യങ്ങളുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജ്യം എന്ന് പറയുമ്പോൾ വലിയ പ്ലേസുകൾ, അതുകൊണ്ട് അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് വാസ്റ്റ് ഏരിയ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. വലിയ പ്ലേസുകളുടെ എക്സാക്ട് ലൊക്കേഷൻ പറയാതെയുള്ള പ്ലേസുകൾ, എക്സാക്ട് ലൊക്കേഷൻ, അതായത് ഒരു സ്ഥലത്തിന്റെ ഒരു പ്രത്യേക കോർണറിൽ ഒരു ദിശയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ ഇന്നെല്ലാം ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. അവിടെ നമ്മൾ ചേർക്കേണ്ടത് വേറെതാണ്. അപ്പോൾ ഇവിടെ ഇന്ന് മാത്രം പറയുന്നത് കൊണ്ടാണ് ഇന്നിനെ കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നത്. നമുക്ക് ഒരു കൺട്രിയുടെ മുൻപിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ മുൻപിൽ, വലിയ സ്പേസ്, വലിയ ഏരിയയുടെ മുൻപിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഹി വാസ് ബോൺ ഇൻ കേരള. അവൻ കേരളത്തിലായിരുന്നു ജനിച്ചത്. അപ്പോൾ കേരളം എന്ന് പറയുന്നത് വലുതാണ്, ഒരു സ്റ്റേറ്റ് ആണ്. അപ്പൊ ആ കേരളത്തിന്റെ എക്സാക്ട് ലൊക്കേഷൻ അല്ലെങ്കിൽ എക്സാക്ട് പ്ലേസ് പറയാത്തത് കൊണ്ടാണ് അവിടെ ഇന്ന് ചേർക്കുമെന്ന് ഞാൻ പറഞ്ഞത്. ഐ സ്റ്റഡീഡ് ഇൻ ജർമ്മനി. ഞാൻ ജർമ്മനിയിലാണ് പഠിച്ചത് എന്ന് നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ടാണ് നമ്മൾ ഇത് ഇന്ന് ഉപയോഗിക്കുന്നത്. ഇനിയും നമ്മൾക്ക് പല പല എക്സാമ്പിളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷൻ ക്ലാസ്സുകൾ ആ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നമ്മൾ ഇന്നിനെ കുറിച്ചൊന്ന് റിവൈൻഡ് ചെയ്തുകൊണ്ട് പോകുന്നത് നല്ലതായിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇന്ന് എവിടേക്കാണ് ഉപയോഗിക്കേണ്ടത്. ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കണം, ഇൻസൈഡ് ആയിരിക്കണം, അവിടെ നമ്മൾക്ക് ഉപയോഗിക്കണം. അതിനുശേഷം നമ്മൾ പഠിച്ചു വളരെ കൃത്യമായിട്ട്. നമ്മൾക്ക് പിന്നെ എവിടെയാണ് നമ്മൾ ചേർക്കേണ്ടത്? വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ചേർക്കേണ്ടി വരുന്നു. നമ്മൾ വർഷത്തിന് ശേഷം മാസം എടുത്തു, മാസത്തിന് മുൻപേ നമ്മൾ ചേർക്കുന്നു.
അതിനുശേഷം നമ്മൾ സീസൺ എടുത്തു, സീസണിന് മുമ്പേ നമ്മൾ ചേർക്കേണ്ടി വരുന്നു. അതിനുശേഷം സ്പെസിഫിക് അല്ലാത്ത ഒരു ടൈമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ ഇന്നാണ് അവിടെ ചേർക്കേണ്ടത്. അപ്പോൾ ഇന്ന് കഴിഞ്ഞു. ഇനി അടുത്തത് ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ്. ഏകദേശം ഇതും നമ്മൾക്ക് ഓൺ എന്ന് പറയുമ്പോഴും അവിടെ ഇൽ എന്ന് നമ്മൾ അർത്ഥം വരുന്ന രീതിയിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഓപ്പൺ ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കണം, സർഫസ് ആയിരിക്കണം. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ടേബിളിന്റെ പുറത്താണ് ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഇറ്റ് ഈസ് ഓൺ ദ ടേബിൾ, ഓൺ ആണ് ഉപയോഗിക്കുന്നത്. കാരണം മുകളിലാണ്, ഉള്ളിലല്ല. അപ്പൊ അതുകൊണ്ടാണ് സർഫസ് എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞേക്കുന്നത്. ആ സർഫസിന്റെ ഇതിനകത്തേക്കുമ്പോൾ വലിയ ഏരിയ ആയിരിക്കും. ആ വലിയ ഏരിയയെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് ഒരു എക്സാമ്പിൾ ആണ് ആദ്യം തന്നെ തന്നിരിക്കുന്നത്. നമ്മൾ ബസ് എന്ന് പറയുന്നത് ഒരു കവേർഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. പക്ഷെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഓണാണ്. ഐ ട്രാവൽഡ് ഓൺ ബസ്. അവള് കൺഫ്യൂഷൻ വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബസ്സിനുള്ളിൽ നമ്മൾക്ക് നടക്കാം, നിൽക്കാം. ബസ്സിന്റെ ഉള്ളിൽ നമുക്ക് നിൽക്കുകയും ചെയ്യാം, നടക്കുകയും ചെയ്യാം. അപ്പോൾ മൂവ് ചെയ്യാനായിട്ട് നമ്മൾക്ക് അവിടെ വലിയൊരു സ്പേസ് ആണ്. ഇനി ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. ഇന്ന ബസ് എന്ന് ചോദിച്ചാൽ പോരെ എന്നുള്ളത്. പക്ഷെ ബസ്സിന്റെ എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ്. വലിയൊരു പ്ലാറ്റ്ഫോമിന്റെ അവിടെ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഓൺ എന്നാണ്. ഐ മൂവ്ഡ് ഓൺ ഷിപ്പ്. കാരണം ഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ബോട്ട് പഠിച്ചപ്പോൾ ഇന്നാണ് പഠിച്ചത്. കാർ പഠിച്ചപ്പോൾ നമ്മൾ ഇന്നാണ് പഠിച്ചത്. കാരണം കാർ ചെറുതാണ്, നടക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് അവിടെ ഇന്നെന്ന് നമ്മൾ ഉപയോഗിക്കേണ്ടി വന്നത്. പക്ഷെ ബസ് വന്നു കഴിഞ്ഞപ്പോൾ കാറിനേക്കാൾ വലിപ്പമുള്ളതാണ്, ക്ലോസ്ഡ് ആണ്. പക്ഷെ അകത്ത് നമ്മൾക്ക് നടക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഓൺ ഉപയോഗിച്ചു. അപ്പൊ ബസ്സിനകത്ത് വന്നപ്പോൾ ഓൺ ബസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ബോട്ട് എന്ന് പറയുന്ന ഇന്ന് ഉപയോഗിച്ചായിരുന്നു. പക്ഷെ ഇവിടെ ഷിപ്പാണ്, നല്ല വലിയ സർഫസ് ആണ്, വലിപ്പം കൂടുതലുള്ള ഏരിയയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഓൺ എ ഷിപ്പ് എന്നാണ്. ഇനി നമ്മൾ സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ മുകളിലാണ് ഇരുന്ന് യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്തെന്ന് പറയും? ഐ വെന്റ് ഓൺ എ ബൈസിക്കിൾ. അപ്പൊ നമുക്ക് ബൈസിക്കിളിന്റെ ഇതിൽ നമ്മൾ യാത്ര ചെയ്തു എന്ന് കാണിക്കാനായിട്ടാണ് നമ്മൾക്ക് അവിടെ ഇത് ചെയ്തിരിക്കുന്നത്. ഇനി അവിടെ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഐ റൈഡ് ഓൺ എ ഹോഴ്സ്. ഐ റൈഡ് ഓൺ എ ഹോഴ്സ്. കുതിര പുറത്താണ് കയറുന്നത്, സൈക്കിളിന്റെ പുറത്താണ് കയറുന്നത്, ബൈക്കിന്റെ പുറത്താണ് കയറുന്നത്. സോ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് മുകളിലാണ് കയറി യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഹി മൂവ് ഓൺ ആൻ എലിഫന്റ്. ആന പുറത്ത് കയറി എന്നാ പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ സാധാരണഗതിയിൽ ആരെങ്കിലും ഒക്കെ നമ്മൾ വിളിച്ചു ചോദിക്കും, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ഐ ആം ഓൺ ദ വേ, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാകുന്നു. ഡോണ്ട് സ്റ്റിക്ക് ബിൽസ് ഓൺ ദ വാൾ. നമ്മൾ ഭിത്തിയില് പരസ്യങ്ങൾ പതിക്കരുത്, അല്ലെങ്കിൽ ഇതൊന്നും ഒട്ടിച്ചു വെക്കരുത് എന്ന് പറയാനായിട്ട് ഡോണ്ട് സ്റ്റിക്ക് ബിൽസ് ഓൺ വാൾ. വാളില് ഭിത്തിയിൽ പരസ്യം പതിക്കരുത് എന്നുള്ള അർത്ഥത്തിൽ. ഷീ ഡാൻസ്ഡ് ഓൺ ദ സ്റ്റേജ്. ആ സ്റ്റേജില് ഡാൻസ് ചെയ്തു. ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ് ഹു ആർ ഓൺ ദ സ്റ്റേജ്. അവിടെ സ്റ്റേജിലിരിക്കുന്ന എന്ന അർത്ഥത്തിലാണ് അവിടെ ഓണാണ് ഉപയോഗിക്കേണ്ടത്. പ്രതലം വലുതായിരിക്കണം എന്നുള്ള അർത്ഥമാണ് അവിടെ വന്നേക്കുന്നത്. കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. കാരണം ഇതിന്റെ വേറൊരു ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഹെലികോപ്റ്ററിൽ നമ്മൾ പറഞ്ഞപ്പോൾ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്ന ഹെലികോപ്റ്ററിനാണ്. പക്ഷെ അത് നേരെ നമ്മൾക്ക് പ്ലെയിനിലേക്ക് വരുമ്പോൾ, എയറോപ്ലെയിനിലേക്ക് വരുമ്പോൾ അത് മാറുന്നുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ അത് വീണ്ടും എടുത്ത് പറയുന്നത്. ഹെലികോപ്റ്റർ ചെറുതാണ്, സ്പേസ് കുറവാണ്, പക്ഷെ പ്ലെയിൻ ആണെങ്കിൽ ഓൺ ആണ് ചേർക്കേണ്ടത്. ഓൺ പ്ലെയിൻ എന്നാണ് കേട്ടോ, ഓൺ ആൻഡ് എയറോപ്ലെയിൻ എന്നുള്ളതാണ്. ഇനി നമ്മുടെ മെനു കാർഡ് ഉണ്ടല്ലോ, മെനു കാർഡിന്മേൽ ഓൺ ദ മെനു. ഇനി നമ്മളൊരു പുസ്തകത്തിന്റെ പേജ് എടുത്ത് നോക്കുമ്പോൾ ആ പേജ് മേലാണ്, ഓൺ ദ പേജ്. റൈറ്റ് സൈഡിൽ ഓൺ ദ റൈറ്റ്, ഓൺ ദ ലെഫ്റ്റ്, ഇൻ ദ അല്ല, ഓൺ ദ ആണ് കേട്ടോ. ഓൺ ദ ലെഫ്റ്റ്, ഓൺ ദ റൈറ്റ്, അങ്ങനെ വരും. അപ്പൊ നമ്മൾക്ക് ഓരോ സാധനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. സർഫസിലായിരിക്കണം. ഇപ്പോൾ സർഫസിന്റെ മുകളിൽ വലിയ ഏരിയ ആണെങ്കിൽ നമ്മൾക്ക് ഉപയോഗിക്കേണ്ടതാണ് ഓൺ എന്നുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ അടുക്കെ പോലും തെറ്റാനുള്ള സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഇത് പ്രത്യേകമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഓൺ പിന്നെ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? നമ്മൾ കേൾക്കുന്ന ചില കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ വാച്ച് ചെയ്യുമ്പോൾ സംതിങ്. ഉദാഹരണത്തിന് ഐ വാച്ച്ഡ് ഇറ്റ് ഓൺ എ ടെലിവിഷൻ ഷോ. ഞാൻ ടിവിയിൽ കണ്ടു എന്നുള്ളതാണ്. ഒരു ടെലിവിഷൻ ഷോയിൽ ഇത് കണ്ടു എന്ന് കാണിക്കാനായിട്ട് നമ്മൾ ഫോണാണ് ഉപയോഗിക്കുന്നത്. യു ക്യാൻ ഹിയർ ന്യൂസ് ഓൺ ദി റേഡിയോ. റേഡിയോയിലൂടെ അല്ലെങ്കിൽ റേഡിയോയിൽ കൂടെ റേഡിയോയിൽ നമുക്ക് ന്യൂസ് കേൾക്കാൻ പറ്റും എന്ന സ്ഥലത്ത് ഓൺ ദ റേഡിയോ, ഓൺ ദി ടെലിവിഷൻ. ഇനി നമ്മൾ സാധാരണ ഒരാൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അത് ചോദിക്കുകയാണ്, ആരാണ് ഫോണിൽ എന്ന് ചോദിക്കാനായിട്ട് ഹു ഈസ് ഓൺ ദ ഫോൺ. ഫോണില് ആരാണ് എന്ന് കാണിക്കാനായിട്ടാണ് അവിടെ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ഇന്നിന്റെ കാര്യം പഠിച്ചപ്പോൾ ഒരു പ്രത്യേകമായിട്ട് സമയം അല്ലെങ്കിൽ മാസം ഇതൊക്കെ കുറിച്ച് പഠിച്ചായിരുന്നു. പക്ഷെ ഇവിടെ ഓൺ വരുമ്പോൾ അതൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ചില ഭാഗങ്ങൾ. തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ. നമ്മളിപ്പോൾ തിങ്കളാഴ്ച അല്ലെങ്കിൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, അങ്ങനെ നമ്മളുടെ ആഴ്ച ദിനങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആഴ്ചകളിലെ ദിവസങ്ങൾ, അതിന്റെ ഇത് പറയുമ്പോൾ തീർച്ചയായിട്ടും മറന്നു പോരുതും ഓൺ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഐ വിൽ ഫിനിഷ് ഇറ്റ് ഓൺ മൺഡേ, നോട്ട് ഇൻ മൺഡേ. ഐ ഹാവ് ടു അറ്റൻഡ് മോക്ക് ടെസ്റ്റ് ഓൺ സൺഡേസ്. ഞായറാഴ്ചകളിൽ എനിക്ക് മോക്ക് ടെസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്യണം. മൈ ബർത്ത്ഡേ ഈസ് ഓൺ നവംബർ 7th. കൺഫ്യൂഷൻ വരരുത്, ഞാൻ നേരത്തെ പഠിപ്പിച്ചിരുന്നു. മാസത്തിന് മുൻപ് നമ്മൾ ഇന്നെന്നാണ് ചേർക്കേണ്ടത്. പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ ഓൺ വന്നേക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഒരു ആൻസർ കൊടുക്കാൻ പറ്റും. 7ാം തീയതി എന്ന് പർട്ടിക്കുലർ ആയിട്ട് ഒരു ഡേറ്റ്, ഒരു ദിവസം അവിടെ കാണിച്ചത് കൊണ്ടാണ് ഓൺ എന്നുള്ളത് പറഞ്ഞത്. ഐ ഗോ ടു ടെമ്പിൾ ഓൺ വീക്കെൻഡ്സ്. എല്ലാ ആഴ്ച അവസാനം ഞാൻ എവിടെ പോകും? അമ്പലത്തിൽ പോകും, ടെമ്പിളിൽ പോകും. അപ്പോൾ പർട്ടിക്കുലർ ആയിട്ട് ഒരു ഡേറ്റ്, ഒരു എക്സാക്ട് ഡേറ്റ് അല്ലെങ്കിൽ ഒരു എക്സാക്ട് ടൈം കാണിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടത് ഓണാണ്. അപ്പോൾ മറന്നു പോകാതിരിക്കുക. ഇന്നും ഓണും കൺഫ്യൂസ്ഡ് ആയിട്ട് പല സ്ഥലങ്ങളിലും വരാറുണ്ട്. അപ്പൊ അത് വരുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണത് പഠിച്ചു വെക്കേണ്ടത്, അല്ല എങ്ങനെയാണത് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ഇതിന്റെ ഇപ്പോൾ ഞാൻ പഠിപ്പിച്ച ഇന്നിന്റെയും ഓണിന്റെയും പ്രത്യേകമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ക്ലാസ്സുകളും അതിന്റെ ഇതെല്ലാം ഞാനിപ്പോൾ തന്നു കഴിഞ്ഞു. ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കുറേയധികം വർക്കൗട്ട്, അതായത് നമ്മുടെ എക്സാമ്പിൾസ് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ എക്സാമ്പിൾ ചെയ്തുകൊണ്ട് അതിനുള്ള വിശദീകരണവും നൽകുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.